തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥിയെ സ്ഥിരം പ്രശ്നക്കാരനാക്കി ചിത്രീകരിച്ച് സ്കൂളിന്റെ വല്ലാത്തൊരു വാർത്താക്കുറിപ്പ് വന്നു. കൂടുതൽ വിശദീകരണം എന്ന രീതിയിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. സ്കൂളിന്റെ വാർത്താക്കുറിപ്പിനെതിരെ മിഹിറിന്റെ അമ്മ തന്നെ രംഗത്തെത്തി. പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നത് നിരാശാജനകമാണെന്നും മാതാവ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. മിഹിറിനെ മുമ്പ് പഠിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നും സ്വയം മാറിയതാണെന്നും മരിച്ചിട്ടും മിഹിറിനെ സ്കൂൾ വേട്ടയാടുന്നുവെന്നും അമ്മ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. മനം നൊന്തുള്ള മിഹിറിന്റെ മരണത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഗ്ലോബൽ സ്കൂളിന്റെ റിപ്പോർട്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന്റെയും സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണത്തിൽ സ്കൂളുകൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വ്യക്തമാകുന്നത്. ആരോപണ വിധേയരായ കുട്ടികളെ ഉൾപ്പെടെ വെള്ളപൂശിക്കൊണ്ട് മിഹിറിനെ പ്രശ്നക്കാരനാക്കിയുമാണ് സ്കൂൾ അധികൃതരുടെ വാർത്താക്കുറിപ്പ്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചില്ലെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ വിശദീകരണം. ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് മിഹിറിന് TC വാങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നുവെന്ന് ബന്ധുക്കൾ. അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മിഹിറിന് TC നമ്മൾ പേരൻസിന്റെ ഇഷ്ടത്തിന് വാങ്ങിയത്, അതായത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ആ TC നമുക്ക് തന്നത്. അവര് നമ്മളോട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ അവർ TC തന്നതല്ല. നമ്മൾ എടുത്തതാണ് TC. സെക്കൻഡ് ചാൻസ് കൊടുത്തതാണെന്ന് അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്താണ് സെക്കൻഡ് ചാൻസ്? ആ സെക്കൻഡ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ആവുന്നു നമ്മൾ വിചാരിച്ചില്ല. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി സമഗ്രമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂളുകളുടെ NOC രേഖകൾ ഇതുവരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഏത് കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന കോഴ്സായിരുന്നാലും മറ്റ് ആര് നടത്തുന്ന കോഴ്സായിരുന്നാലും നിയമാനുസരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു NOC വാങ്ങിയിരിക്കണം. അപ്പോൾ ആദ്യം അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ ചോദിച്ചത് NOC ആണ്. അവർക്ക് NOC ഇതുവരെയും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. സംഭവത്തിൽ പ്രതിഷേധവുമായി KSU രംഗത്തെത്തി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ പലർക്കും അധ്യാപന യോഗ്യതകളില്ലെന്നും വിവരം പുറത്തുവരുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പിൽ തന്റെ മകൻ നേരിട്ട പീഡനങ്ങളുടെ വിവരങ്ങൾ മാതാവ് തെളിവായി നൽകിയിരുന്നു. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. മിഹിറിന്റെ നീതിക്കായി പല ഭാഗത്തുനിന്നും വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും മറ്റു സ്കൂളുകൾക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ മുന്നോട്ട് പോകുമെന്നാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.